ഹലോ എവരിവൺ. തമ്മിലിൽ പറഞ്ഞേക്കുന്ന പോലെ സനുവിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ദയവേത് എന്നോട് ക്ഷമിക്കുക. ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ട് പൊരുതി മുന്നേറി വരുന്ന ഒരാളായതുകൊണ്ട് മാത്രം അതിൻ്റെ സഹതാപ തരംഗം ഉപയോഗിച്ച് ആരെയും എന്തും പറയാനുള്ള ലൈസൻസ് നേടിയെടുത്ത ഒരു യൂട്യൂബർ. 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആദ്യമായി ഇവരെ കാണുന്നത് തനിക്ക് കടം നൽകിയ ഒരാൾക്ക് അത് തിരികെ നൽകാതിരിക്കാനുള്ള എക്സ്ക്യൂസുകൾ നിരത്തുന്ന ഒരു ലൈവിലാണ്. ഇപ്പോൾ പറയും അക്കൗണ്ട് നമ്പർ നൽകാത്തത് കൊണ്ടാണ് തിരികെ കൊടുക്കാൻ ഒക്കാത്തതെന്ന്. സനു, അത് അവരുടെ പണമാണ്. നിങ്ങളുടെ കൈകളിൽ എത്തിയത് കൊണ്ട് അതിന്മേൽ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അത് ഏത് മാർഗത്തിൽ കൂടെ തിരിച്ച് മേടിക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. പിന്നെ രതീഷ് ബ്രോയുടെ ഇഷ്യൂ. പുള്ളിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ പുള്ളി ഫോൺ എടുക്കാത്തതുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തു. പുള്ളിയല്ലേ ഫോൺ എടുക്കാത്തേ ഉള്ളൂ. അത് വൈഗയുടെ പൈസയാണെന്നുണ്ടെങ്കിൽ വൈഗയെടുത്ത് ചോദിച്ചിട്ട് വേണമായിരുന്നു അടുത്ത ആൾക്ക് കൊടുക്കാനായിട്ട്. വൈഗ ഫോൺ എടുക്കുമല്ലോ. ഇങ്ങനെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ വിഷയങ്ങൾക്കും എതിർ പോയിന്റ് കൊണ്ടുവന്ന് സംസാരിക്കാൻ എനിക്കറിയാം. ഇന്നലെ ഇൻവിസിബിൾ ലൈവിൽ ഞാൻ എഴുതിയ ഒരു കമൻറ്റിന് വേണ്ടി സനു ഇന്ന് കുറേ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. അതിന് സനു പറഞ്ഞ എക്സ്പ്ലനേഷൻസ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ ബാക്കിൽ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് വിഷയം വന്നാലും ലൈംഗിക ചുവയുള്ള സംസാരം എടുത്തു വെച്ച് സംസാരിച്ചിട്ടല്ലേ മറ്റുള്ളവരെ ജയിക്കുന്നുള്ളൂ. അല്ലാതൊന്ന് ജയിച്ച് കാണിക്കുക. ഇന്നിപ്പോൾ നിങ്ങൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അതേ രീതിയിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ കഥയും അങ്ങ് പോവും. പിന്നെ എൻ്റെ മേളിലാവും കുറ്റം. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞു, എൻ്റെ മകളെ പറഞ്ഞു, അങ്ങനെ നീണ്ടു പൊക്കോണ്ടേയിരിക്കും ഈ ചാപ്റ്റർ. അതാണ് എല്ലാവരുടെയും അനുഭവം. പിന്നെ സനു എടുത്തു പറഞ്ഞ കടി, ഈ സോഷ്യൽ മീഡിയയിൽ പല ലൈവുകളിലും അത് വന്ന് എക്സ്പോസ് ചെയ്ത് ലൈവിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. അത് ഒരമ്പലമുറ്റത്തായാൽ പോലും. അതുകൊണ്ട് ആ ചുവയിൽ എന്നെ വിമർശിക്കാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല. അപ്പോൾ ഇന്ന് രാവിലത്തെ ലൈവിൽ പറഞ്ഞതും 1 മാസം മുന്നേ പറഞ്ഞതും 2 വീഡിയോ ഇവിടെ വെക്കുന്നുണ്ടേ. ഇനി DD എന്ന് പറയുന്നവർക്ക് കുറച്ച് കടി കൂടുതലാണ്. അപ്പൊ കടി കൂടുതലുള്ള DDക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. സനു ചോദിക്കുന്നത് കേട്ടു, വീഡിയോ എടുക്കാൻ വന്നില്ല. അത് എന്റെ വീഡിയോ അല്ല കേട്ടോ, എടുക്കാൻ വന്നില്ലേ ചോദിച്ചത്. മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തെളിവ് സഹിതം ഉടനെ വീഡിയോ ഇടുന്ന DD എന്തുകൊണ്ട് നിങ്ങളെ ചോദ്യം ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ വീഡിയോ എടുത്തില്ല എന്നാണ് ചോദിച്ചത്. DDക്കാണെങ്കിൽ ഭയങ്കര കടിയാണ്, നല്ലതുപോലെ പൊക്കി വെച്ച് മാന്തിക്കൂടെ പങ്കടി മാർക്ക് കൊടുക്കും കേട്ടോ. അപ്പൊ അതാണ് DDയോട് പറയാനുള്ള മറുപടി. DDക്ക് ഭയങ്കര ചാനലുണ്ട്. DD ഭയങ്കര വിമർശനം ചെയ്യുന്ന ആളാണ്. നസറിൻ ഹായ്, മീര ഹായ്, ലൈക്കടിക്ക് കുട്ടികളെ എന്നിട്ട് ശ്രദ്ധിച്ചില്ലേ, ഭയങ്കര വിമർശനം ചെയ്യുന്ന ആളാണ്, സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ഒരു DD ഞാൻ ചോദിച്ചത് മറ്റു പല കാര്യങ്ങൾക്ക്. പിന്നെ ഇപ്പത്തെ ഓരോ ലിങ്കിലോട്ടും ഇവർ കയറി അടിക്കാൻ നോക്കുമ്പോൾ ആ വീഡിയോ അവിടെ ഇല്ലാന്ന് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അയ്യോ അതും തേഞ്ഞാന്ന്. ആ തേയിലും കൂടി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് സർവ്വതും അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുത്തത്. മനസ്സിലായില്ലേ? ഓരോ ലിങ്കും എടുത്ത് പറക്കി വെച്ച് ടൈമും നോട്ട് ചെയ്ത് വെച്ചിരുന്നല്ലേ നമ്മുടെ DD ചേച്ചി. അപ്പോൾ DD ചേച്ചിക്ക് ഇട്ട് 2 കൊടുക്കാൻ വേണ്ടിയിട്ട് DD ചേച്ചി ഓരോ ലിങ്കിലും കയറി ഇങ്ങനെ കുത്തുമ്പോൾ ഓം ഭി ഓം ഭി ഓം ഭി ഇങ്ങനെ ഒരു പാട്ട് കേൾക്കത്തില്ലേ, അത് DD ചേച്ചിയുടെ കാതിൽ അങ്ങനെ കേൾക്കും. അതെനിക്കൊരു സുഖമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇവര് കണ്ടോ, ഈ 2ാമത്തെ വീഡിയോ 1 മാസം മുന്നേ ഉള്ളതാണ്. ആ സമയത്ത് ആർമിക്കോ എനിക്കോ സനുവിനോ തമ്മിൽ യാതൊരു സംസാരമോ പ്രശ്നങ്ങളോ ഒന്നും ഉള്ളതല്ല. ആ സമയത്ത് വന്നിട്ട് എൻ്റെ പേര് എടുത്തു പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ലൈവിൽ കമൻ്റ് ഇട്ടത്. ആ കമൻറ്റിന് ഇന്ന് രാവിലത്തെ സനുവിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. സനു ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ആ കമൻറ്റ് തെറ്റിദ്ധരിച്ചോ എന്ന് എനിക്കറിയില്ല. പിന്നെ സനുവിൻ്റെ വീഡിയോ ഓരോന്നും എടുത്തു വെച്ചിട്ട് അതിൽ റിപ്പോർട്ട് അടിക്കാൻ ഞാനാണ് നോക്കിയിരുന്നത്. സനുവിനോട് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെന്താ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലായിരുന്നോ? വായി തോന്നുന്നെല്ലാം വിളിച്ചു പറയുക. സനു, ഞാൻ ചെയ്ത എന്താണെന്നറിയാവോ? നിങ്ങളിപ്പം നിങ്ങളുടെ ചാനലിൽ നിന്ന് തൂത്തുപറക്കി മായ്ച്ച് കളഞ്ഞില്ലേ എല്ലാ വീഡിയോകളും? അതിൽ നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളില്ലേ, അതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭദ്രമായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന ദൗത്യം ഞാൻ കറക്റ്റായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പം ഈ പാട്ടായിരിക്കും കേട്ടത് എന്നൊരു പാട്ട് ഇപ്പം സനു പാടി കേൾപ്പിച്ചിട്ടില്ലായിരുന്നോ? അത് സനുവിൻ്റെ വീഡിയോ എല്ലാം സനു ഡിലീറ്റ് ചെയ്തിട്ട് പോയപ്പോഴത്തേക്ക് അടുത്ത മാസത്തെ റവന്യൂയുടെ കണക്ക് സനു നോക്കിയില്ലായിരുന്നു. അപ്പം സനുവിൻ്റെ ചെവിയിൽ കേട്ട പാട്ടായിരിക്കും സനു ഇപ്പോൾ പാടി കേൾപ്പിച്ചത്. സ്വന്തമായി ചെയ്ത വീഡിയോകളിൽ സ്വയം പറഞ്ഞിട്ടുള്ള തെറികൾ കാരണം ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് ഓടേണ്ടി വന്ന നിങ്ങളുടെ അവസ്ഥ. അതിനല്ലയോ ആ പാട്ട് മാച്ചാവുന്നത്? 1 മാസം മുന്നേ കിട്ടിയ ക്ലിപ്പിന് തൊട്ടടുത്ത ദിവസം തന്നെ റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കുള്ള കാരണം പറ്റിയില്ല. സനു എന്ന കാര്യം എടുത്ത് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് പിന്നെയും വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയത്. സോ താങ്ക്സ് ഫോർ ദാറ്റ്.